ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്കക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ചക്ക സുലഭമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഇന്ന് ഒരു ചക്കക്കൂട്ടാൻ തന്നെ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചക്കച്ചുള നടുമുറിച്ച് നല്ലവണ്ണം കഴുകിയതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്നിളക്കാം. നമുക്ക് ഈ ചക്ക ഒക്കെ ഒന്ന് പകുതി വാട്ടി എടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ചക്ക ഒക്കെ അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കാം. ഇടയ്ക്ക് ഇങ്ങനെ ചക്ക ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ചക്ക അടിയിൽ പിടിച്ചു പോകും. ചെറിയ തീയിലാണ് ഇത് വേവിക്കുന്നത്. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിനി ഇറക്കി വെക്കാം. ഞാനിവിടെ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഒരു വലിയ ഉള്ളിയും ഒരു വലിയ തക്കാളിയും എടുത്ത് ഞാനിതിലേക്ക് ഇട്ടിട്ടുണ്ട്. വാട്ടിയെടുക്കാൻ വേണ്ടിയാണിത്. നമുക്കിതിലേക്ക് ഒരു മസാല തയ്യാറാക്കേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് പച്ചമുളകും ചേർത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലൊന്ന് ഇത് മൂടി വെച്ച് വേവിക്കാം. ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതും വെളുത്തുള്ളിയും ചേർത്ത് ഒന്നിളക്കാം. മസാല ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തേങ്ങാരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 8 ചെറിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു വലിയ ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ആ മസാല ഒന്നുകൂടി ഇളക്കി നമ്മൾ വേവിച്ചെടുത്ത ചക്ക, പകുതി വേവിച്ചെടുത്ത ചക്ക ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കാം. ഈ ചക്ക മുഴുവനായി നമുക്ക് ഇതിലേക്കിടാം. എന്നിട്ട് മസാലയുമായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച്, നമ്മളിതിൽ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതിയാകും. ചെറിയ തീയിൽ നമുക്കിത് മൂടി വെച്ചുകൊണ്ട് വേവിക്കാം. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഉണ്ടാക്കാറുള്ളത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിങ്ങനെ ഇളക്കി നോക്കി വെള്ളമുണ്ടോ എന്ന് നോക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് പിന്നെയും വേവിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു കടയക്കോലെടുത്ത് നമുക്ക് ഈ ചക്ക ഒന്ന് ഒതുക്കിയെടുക്കാം. ഏകദേശം ഒതുക്കിയാൽ മതിയാവും. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലേക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ചക്കക്കൂട്ടാൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് നല്ല മീൻ മുളകിട്ടതും കൂട്ടി കഴിച്ചാൽ സംഭവം അടിപൊളിയായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.